നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കൊലപാതകം നഗരത്തിൽ പ്രതിഷേധ സാഗരം. കുറുമ്പ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു. അഭിലാഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ കാഞ്ഞങ്ങാട്ട് പൂർണ്ണം. തീരദേശങ്ങളിൽ വാഹനങ്ങൾ ഓടിയില്ല. അഭിലാഷിന്റെ കൊലപാതകത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ. ഗൂഢാലോചന വെളിച്ചത്ത് വരണമെന്ന SFI. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന BJP. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കും. തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ജില്ലാതല സമാപനം കാഞ്ഞങ്ങാട്ട് നടന്നു. സഹകരണ സെമിനാറും നടന്നു. ദേശീയപാത വികസനം സ്ഥലമേറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. CPI പുല്ലൂർ ലോക്കൽ സമ്മേളനത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. അഭിലാഷിന്റെ കൊലപാതകം. കുറുമ്പ ഭഗവതി ക്ഷേത്ര സമിതിയുടെ പ്രതിഷേധം ഇരമ്പി. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സ്ത്രീകളടക്കം ആയിരങ്ങൾ അണിനിരന്നു. ഹോസ്ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥി അഭിലാഷിന്റെ കൊലപാതകം ദുരൂഹതകൾ അകറ്റണമെന്നാവശ്യപ്പെട്ടാണ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മീനാപ്പീസ് കടപ്പുറത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. താലൂക്ക് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രതിഷേധക്കാരെ തടഞ്ഞു. ഇവിടെ നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായി. ക്ഷേത്രാചാര്യന്മാർ പ്രവർത്തകരെ അനുനയിപ്പിച്ചതോടെ രംഗം ശാന്തമായി. പിന്നീട് അഭിലാഷിന്റെ കൊലപാതകം സംബന്ധിച്ച മുഴുവൻ നിഗൂഢതകളും പുറത്തു കൊണ്ടുവരുമെന്നും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമുള്ള വിജുലാലിന്റെ ഉറപ്പിന്മേൽ പ്രവർത്തകർ ശാന്തരാവുകയായിരുന്നു. സുനാമി തിര പോലെ അലയടിച്ച് കുറുമ്പ ഭഗവതി ക്ഷേത്ര സമിതിയുടെ പ്രതിഷേധം. അഭിലാഷിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് തീരദേശ മേഖലകളിൽ ഹർത്താൽ ആചരിച്ചു. മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കിയാണ് അഭിലാഷിന്റെ ഘാതകരെ മുഴുവൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സമരത്തിനിറങ്ങിയത്. മീനാപ്പീസ് കടപ്പുറത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന സ്ഥാനികൻ അമ്പാടി കാരണവർ, കണ്ണൻ കാരണവർ, ദണ്ഡൻ കർത്തായ, കരിപിരിയൻ കാരണവർ, ചാമുണ്ടി വെളിച്ചപ്പാടൻ, രാജൻ കൂട്ടായി, രഘുനാഥൻ കൂടക്കാരൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AR രാമകൃഷ്ണൻ, ഭാരവാഹികളായ CV മോഹനൻ, P സാമിക്കുട്ടി, S ബൈജു, P പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടുത്ത പ്രതിഷേധത്തിനിടയിലും ക്ഷേത്രസ്ഥാനികരുടെ സംയോജിതമായ ഇടപെടൽ പ്രതിഷേധ പ്രകടനത്തിൽ ഏറെ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്ര നായിക്കിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരായ TP സുമേഷ്, U പ്രേമൻ, സതീഷ് എന്നിവർ നേതൃത്വമേകി. കുറുമ്പ ഭഗവതി ക്ഷേത്ര സമിതി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കാഞ്ഞങ്ങാട് നഗരത്തിലും ഹർത്താൽ ബാധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഭിലാഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകളും ഹർത്താൽ ആചരിച്ചു. ഹിന്ദു ഐക്യവേദി കാഞ്ഞങ്ങാട് പ്രതിഷേധ പ്രകടനം നടത്തി. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകളും ഹർത്താൽ ആചരിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പുതിയകോട്ടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കാഞ്ഞങ്ങാട്ട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി K രജനീഷ് ബാബു, മടിക്കൈ കമാരൻ, A വേലായുധൻ, K ശ്രീജിത്ത്, B കൃഷ്ണൻ, രമേശൻ കല്യാണം തുടങ്ങിയവർ സംസാരിച്ചു. P ബാബു പുല്ലൂർ സ്വാഗതം പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പുതിയകോട്ടയിൽ നടക്കുന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ K സുരേന്ദ്രൻ, NP രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. അഭിലാഷിന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. അഭിലാഷിന്റെ കൊലപാതകത്തിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി നടത്തിയ ഹർത്താൽ നഗരത്തിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. ഹർത്താൽ സർക്കാർ സ്ഥാപനങ്ങളെയും ബാധിച്ചു. ബാങ്കുകളും അടഞ്ഞുകിടന്നു. ഹോസ്ദുർഗ് സ്കൂൾ വിദ്യാർത്ഥി അഭിലാഷിന്റെ കൊലപാതകത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം വേണമെന്ന് SFI ദേശീയ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിലാഷിന്റെ കൊലപാതകത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഡോക്ടർ V ശിവദാസൻ പറഞ്ഞു.
ആത്മഹത്യയെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത്. കഞ്ചാവ്, മണൽ, കള്ളനോട്ട് മാഫിയകൾ തീരപ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഭരണകക്ഷിയിലെ പ്രമുഖർക്ക് ഇത്തരക്കാരുമായി ബന്ധവുമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമഗ്ര അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളിലുമുള്ള സമാനമായ സംഭവങ്ങളെല്ലാം ഭയാനകമായിട്ടുള്ള ഭയം ജനിപ്പിക്കുന്ന കാഞ്ഞങ്ങാട്ടെ പത്രപ്രവർത്തകരോട് ഞാനിതിൻ്റെ വിശദാംശത്തിലേക്ക് പോകണ്ടല്ലോ, കൂടുതൽ വിശദാംശത്തിലേക്ക് ഭയം ജനിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണം. അന്വേഷണം നടക്കട്ടെ. അങ്ങനെ അന്വേഷണം നടന്നാലല്ലേ ആരാണ് കുറ്റവാളികൾ, എങ്ങനെയാണ് ഇതിൻ്റെ ശൃംഖലകൾ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളുണ്ടായപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നില്ല, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. അത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയാണ്. സ്വാധീനമുള്ള ആളുകൾക്ക് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, പോലീസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പ്രത്യേക അന്വേഷണ വിഭാഗത്തെ ഉണ്ടാക്കി സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. ഞങ്ങൾ ഇതിനകത്ത് പറയുന്നത് ഞങ്ങളിപ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ സന്ദർശിച്ചിട്ട് വരുന്ന, ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന ആളുകളാണ്. ഇതിനകത്ത് കേരളത്തിലെ പോലീസ്, ഇവിടുത്തെ വിശിഷ്യ കാഞ്ഞങ്ങാട്ടെ പോലീസ് തുടക്കം മുതൽ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ആശങ്കക്ക് ഇട കൊടുക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പോലീസ് സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം ആവരുത്. ഒന്ന്. രണ്ട്, ഇത് കൂടുതൽ ശരിയായ നിലയിൽ വരണമെങ്കിൽ കേരളത്തിലെ വിദഗ്ധരായിട്ടുള്ള പോലീസ് സേനയിലെ തന്നെ കഴിവുറ്റ ശേഷിയുള്ള പോലീസ് ഏറ്റവും മികച്ച ഒരു അന്വേഷണത്തിനായി ഒരു സേനയിലെ തന്നെ ഒരു സംഘത്തെ ഇതിന് നിയോഗിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മാത്രം പോരാ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷിക്കണം. വാർത്താ സമ്മേളനത്തിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം K. സബീഷ്, SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, ജില്ലാ പ്രസിഡന്റ് AV ശിവപ്രസാദ്, അശ്വിൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഭിലാഷിന്റെ കൊലപാതകം 2 വിദ്യാർത്ഥികളെ പ്രതിയാക്കി ഒതുക്കാൻ ശ്രമിക്കുന്നതായി BJP നേതാക്കൾ ആരോപിച്ചു. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ മരണം സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞ് അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസ് ഇപ്പോൾ സഹപാഠികളായ വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് ഒതുക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ കുട്ടികൾ മാത്രമല്ല, വിദഗ്ധ പരിശീലനം ലഭിച്ച മറ്റു ചിലർ കൂടിയുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. മീനാപ്പീസ് കടപ്പുറത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലീസ് അന്വേഷണ വിധേയമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ കേസിന്റെ അന്വേഷണം യഥാർത്ഥത്തിലുള്ള പ്രതികളെ പിടികൂടുന്നതിനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാരിനും താല്പര്യമില്ല എന്നാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കണം, രൂപീകരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു ആവശ്യം, ഒരു പാവപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥി വലിയ പ്രതീക്ഷയായിരുന്നു ഈ അഭിലാഷിലൂടെ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയാണ് അസ്തമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബത്തിന് സർക്കാർ അടിയന്തരമായിട്ട് 10 ലക്ഷം രൂപ ധനസഹായം നൽകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, E. കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. അഭിലാഷിന്റെ കൊലപാതകത്തിൽ SFIയുടെ പ്രതിഷേധം. SFIയുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കും പ്രതിഷേധ യോഗവും നടന്നു. ഹോസ്ദുർഗ് സ്കൂൾ വിദ്യാർത്ഥി അഭിലാഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ പഠിപ്പ് മുടക്കി. കാഞ്ഞങ്ങാട് നഗരസഭയിലെയും അജാനൂർ പഞ്ചായത്തിലെയും വിദ്യാലയങ്ങളിൽ പഠിപ്പ് മുടക്കിയ പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇത് 5 ദിവസം പിന്നിടുന്ന വേളയിൽ ഏറ്റവും ഒടുവിൽ കൊലയാളികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിറഞ്ഞ നിസ്സംഗതയാണ് കാഞ്ഞങ്ങാട്ടെ പോലീസ് പുലർത്തിയത്. ഓരോ തവണയും തങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലവട്ടം മാറ്റി പറയുന്ന ആളുകളായി കാഞ്ഞങ്ങാട്ടെ പോലീസ് മാറി. നിങ്ങൾ നോക്കണം, ഏറ്റവും ആദ്യം പറയുന്നു ഇതാ ഈ വിദ്യാർത്ഥി മുങ്ങി മരിച്ചതാണ്, കുളത്തിൽ മുങ്ങി മരിച്ചതാണ്, ഇതാ കുളിക്കുന്നതിനിടയിൽ മുങ്ങി മരിച്ചതാണെന്ന് പറയുന്ന കുഞ്ഞിന് പോലും വിശ്വസിക്കാൻ വേണ്ടി കഴിയാത്ത ബാലിശമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളായി ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസ് അധികാരികൾ മാറുകയാണ്. K. നിതിൻ അധ്യക്ഷത വഹിച്ചു. KV ശിവപ്രസാദ്, K. വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ജില്ലാതല സമാപനം കാഞ്ഞങ്ങാട്ട് നടന്നു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് സമാപന പരിപാടി നടന്നത്. 61ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. പരിപാടിയുടെ ഭാഗമായി നടന്ന സെമിനാർ പി വത്സരാജൻ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ സേവന പങ്കാളിത്തവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ദാമോദരൻ വിഷയം അവതരിപ്പിച്ചു. കെ.വി. കുഞ്ഞിരാമൻ, ജില്ലാ ബാങ്ക് മാനേജർ അനിൽകുമാർ, കെ. നാരായണൻ മാസ്റ്റർ, എ. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം ഇ. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റ് എന്ന നിലയിലുമല്ല, അതിനും അപ്പുറത്ത് സഹകരണ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ നമ്മുടെ മുൻ MLA കെ. പുരുഷോത്തമനോടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കെ. ഉണ്ണിക്കണ്ണൻ സ്വാതന്ത്ര്യ സമര സേനാനി, അതുപോലെ തന്നെ സഹകരണ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയ, പ്രത്യേകിച്ച് നമ്മുടെ ഹോൾസെയിൽ സൊസൈറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ നേതൃത്വപരമായ ചുമതല വഹിക്കുകയും ഏറ്റവും വലിയ സംഭാവന സഹകരണ രംഗത്ത് നൽകുകയും ചെയ്തിട്ടുള്ള ആദരണീയ ബഹുമാനീയമായ ശ്രീ കെ. ഉൾപ്പെടെയുള്ള 3 പേരുകളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കഴിഞ്ഞ സഹകരണ യൂണിയന്റെയും അതുപോലെ നമ്മുടെ സഹകരണ വാരാഘോഷത്തിന് ശേഷം, കഴിഞ്ഞ വർഷത്തിന് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഈ വ്യക്തികളുടെ നിലപാടിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നതിന് പി. ഇസ്മായിൽ അധ്യക്ഷനായി. സഹകരണ വാരാഘോഷത്തിന്റെ മുഖ്യപ്രമേയം അഡ്വക്കേറ്റ് ബി. അബ്ദുള്ള അവതരിപ്പിച്ചു. എ. കെ. നാരായണൻ, കെ.വി. നാരായണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, ബി. സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പരിക്ക മംഗലാപുരം ഖാസിയായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഈ മാസം 22-ന് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് പാർട്ടി ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്പരിക്ക മംഗലാപുരം ഖാസിയായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 22-ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറഞ്ഞു. സമരം പാർട്ടി സംസ്ഥാന കൺവീനറും പ്രമുഖ എഴുത്തുകാരിയുമായ സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ നിരവധി സാംസ്കാരിക, സാമൂഹിക, പാരിസ്ഥിതിക, മനുഷ്യാവകാശ, മതസംഘടനാ പ്രവർത്തകർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെമ്പരിക്ക ഖാസിയുടെ മരണം, ഇതിലൊരു ദുരൂഹതയുണ്ട്, അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സത്യം പുറത്തു വരണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഈ വരുന്ന ശനിയാഴ്ച കളക്ടറേറ്റിന് മുമ്പിൽ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്താനും വേണ്ടി പാർട്ടി തീരുമാനിക്കുകയും ചെയ്തു. ആം ആദ്മി പാർട്ടി നേതാക്കളായ രവീന്ദ്രൻ കണ്ണങ്കൈ, കുഞ്ഞിക്കണ്ണൻ കക്കാനത്ത്, ഇംദാദ് ബ്യാരി, അബ്ദുൽ ഫത്താദ്, കെ. രാധാകൃഷ്ണൻ, PC ബാലചന്ദ്രൻ, ഗോപി പിലിക്കോട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെള്ളച്ചാൽ യങ് മെൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ത്രിദിന നാടകോത്സവത്തിന് 27-ന് തുടക്കം. നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ജൈവശില്പം ജനശ്രദ്ധയാകർഷിക്കുന്നു. ക്ലബ്ബ് കെട്ടിടോദ്ഘാടന ഭാഗമായി 27-ന് ആരംഭിക്കുന്ന നാടകോത്സവ ഭാഗമായാണ് ജൈവശില്പം ഒരുക്കിയിരിക്കുന്നത്. കവുങ്ങ്, പാള, അടക്കത്തോട്, അടക്ക തുടങ്ങിയവ കൊണ്ടാണ് ശില്പം നിർമ്മിച്ചത്. ഫ്ലക്സുകൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേറിട്ട രീതിയിൽ പ്രചരണ ശില്പം ഒരുക്കിയത്. പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനവും ക്ലബ്ബ് പ്രവർത്തകരും ചേർന്ന് ഒരു ദിവസം കൊണ്ട് ഇത് തയ്യാറാക്കുകയും ചെയ്തു. ഡിസംബറിൽ നടക്കുന്ന കെട്ടിടോദ്ഘാടന ഭാഗമായി ഈ മാസം 27 മുതലാണ് 3 ദിവസത്തെ നാടകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. വടകര വരതയുടെ മണ്ടൻ രാജാവ്, കോഴിക്കോട് കലാഭവന്റെ മാധവന്റെ വീട് പറയുന്നു, കായംകുളം സപരിയുടെ ഒരേയൊരു ജീവിതം എന്നീ നാടകങ്ങൾ അരങ്ങേറും. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറ വീണ്ടും സമരഭൂമിയാകുന്നു. ജനകീയ സമരത്തിലൂടെ ചെറുത്തു തോൽപ്പിച്ച ഖനന പദ്ധതിക്കായി അണിയറ നീക്കം ശക്തമായി. മലയോരത്ത് പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു തുടങ്ങി. ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ നന്മയ്ക്കായി സംഘടിച്ച ഒന്നായപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയോരം വൻകിട കമ്പനികൾക്കും മുതലാളിത്ത ശക്തികൾക്കുമെതിരെ പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു. കടലാടിപ്പാറയുടെ പ്രകൃതിദത്തമായ സൗന്ദര്യവും ജലസമ്പത്തും പാരിസ്ഥിതികമായ പ്രത്യേകതകളും കവർന്നെടുക്കുന്നതിനെതിരെ പരിസരവാസികൾ തുടങ്ങിയ പ്രതിഷേധമാണ് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് ആളുകളാണ് ജീവൻ മരണ സമരമായി ഏറ്റെടുത്തത്. സമരത്തെ തുടർന്ന് ജില്ലാ ആസ്ഥാനത്തും ഭരണതലസ്ഥാനത്തും ചലനങ്ങൾ ദൃശ്യമായി. എന്നാൽ
താൽക്കാലികമായ പിന്മാറ്റം മാത്രമായിരുന്നു അതെന്ന് വ്യക്തമാകുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. മുംബൈ ആശാപുര മെയിൻകെയിം കമ്പനി പാരിസ്ഥിതിക അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചതോടെയാണ് പുതിയ നീക്കങ്ങൾക്ക് തുടക്കമായത്. അടുത്ത മാസം 18 രാവിലെ 11 മണിക്ക് കോയിത്തട്ടയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ആശാപുര കമ്പനിയുടെ അപേക്ഷയിൽ പബ്ലിക് ഹിയറിംഗ് നടക്കും. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി പി മോളിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. കിനാനൂർ വില്ലേജിൽ സർവേ നമ്പർ 198ൽപ്പെട്ട റവന്യൂ ഭൂമിയിൽ നിന്നും ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റും ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 41.25 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ മൂലധനം. അടുത്ത മാസം ഹിയറിംഗ് തീരുമാനിച്ചതോടെ മലയോര പഞ്ചായത്തിൽ ഖനനത്തിനെതിരായ വികാരം ഒന്നുകൂടി ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെ കൊലയാളിപ്പാറ സാക്ഷ്യം വഹിക്കും. അത് ജനങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. 5-ാം തീയതി കണ്ടതിന് ശേഷം ഈ സമരത്തിന്റെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള തയ്യാറെടുപ്പിലേക്ക് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ കരിന്തലത്തെ ഒരു ഖനനമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി സംയുക്ത കൊലയാളിപ്പാറ സംരക്ഷണ സമിതിയുടെയും കൊണ്ടോടിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ കൊല്ലംപാറയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു സർവകക്ഷി സംഘത്തെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇതിന്റെ പരിപാടികളൊക്കെ വരുന്ന ആളുകളിൽ ഉണ്ടാവും. ഈ പഞ്ചായത്തിനെ ആകെ തന്നെ ഖനനമുക്ത പഞ്ചായത്താക്കി മാറ്റും. അതുപോലെ തന്നെ ആശാപുരയുടെ ഒരു പ്രവർത്തനത്തെയും ഇവിടെ അംഗീകരിക്കില്ല. അവരെ ഒരു തയ്യാറെടുപ്പുകളെയും ഞങ്ങൾ അംഗീകരിക്കില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പുകളെയും ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് ഈ സംരക്ഷണം മുന്നോട്ട് പോകും. ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ശക്തമായി തന്നെ ഇതിനെ നേരിടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേതാക്കളും ജനപ്രതിനിധികളും സാധാരണ പ്രവർത്തകരുമെല്ലാം ഖനനത്തിനെതിരായ ജനവികാരത്തിൽ ഒരുമിച്ച് അണിനിരക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചോയിങ്കോട്. അരയി ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി സ്കൂൾ തുടങ്ങുന്നു. ശിലാസ്ഥാപനം പി കരുണാകരൻ MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അരയി ഗവൺമെന്റ് UP സ്കൂളിന് പ്രീ പ്രൈമറി സ്കൂളിനായി 30 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച 4-ന് പി കരുണാകരൻ MP നിർവഹിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയാവും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ വികസന സമിതി ഭാരവാഹികളായ നഗരസഭാ അധ്യക്ഷ K ദിവ്യ, K അമ്പാടി, BK യൂസഫ് ഖാജി, P രാജൻ, K നാരായണൻ, ജലീൽ കാർത്തിക, പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കൊലപാതകം നഗരത്തിൽ പ്രതിഷേധ സാഗരം. കുറുമ്പ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു. അഭിലാഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ കാഞ്ഞങ്ങാട്ട് പൂർണ്ണം. തീരദേശങ്ങളിൽ വാഹനങ്ങൾ ഓടിയില്ല. അഭിലാഷിന്റെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ. ഗൂഢാലോചന വെളിച്ചത്ത് വരണമെന്ന SFI. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന BJP. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കും. തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ജില്ലാതല സമാപനം കാഞ്ഞങ്ങാട്ട് നടന്നു. സഹകരണ സെമിനാറും നടന്നു. ദേശീയപാത വികസനം സ്ഥലമേറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. CPI പുല്ലൂർ ലോക്കൽ സമ്മേളനത്തിന് സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.